അതെ, പെട്ടെന്നൊന്നും എന്നോട് ഈ കാശ് ചോദിച്ചു കളയരുത്. ഹേയ് ഇല്ലടോ, തന്നിട്ട് സൗകര്യത്തിന് തന്നാ മതി. പലിശ പോലും ഞാൻ ചോദിക്കുന്നില്ല. പോരെ? താങ്ക്സ്. എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു കേൾവിക്കാരനെ കൂടി കിട്ടിയല്ലോ. ഹേയ് എല്ലാം ശരിയാവിടോ, അല്ലാതെ എവിടെ പോവാൻ? തന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, അത് ഉറപ്പാ. എന്നാ ശരി. കേക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്ക്. എങ്ങനെയാ പുതിയ അപ്പോയിന്റ്മെന്റ്? വർക്കൗട്ട് ആവോ? നല്ല ഗംഭീര തുടക്കല്ലേ രോഹിത് ബ്രോ, പൊളിയാണ്. ചിലപ്പോ ആശാനെ കടത്തി വെട്ടും. അങ്ങനെയല്ലേ വേണ്ടേ? എടാ, ഈ സാരഥിയുടെ മികവിലാണ് രഥം പോണ്ടേ. എങ്കി ഈ സാരഥി ഈ രഥം പറപ്പിക്കും. കാശുണ്ട് നോക്കിയ എന്തെങ്കിലും കുറവുണ്ടാ? കുറവുണ്ടോന്നോ? 2 മാസത്തെ പലിശയും ഈ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മാസത്തെ പലിശയും കൂടിയാ രോഹിത് ബ്രോ മേടിച്ചു വന്നിരിക്കുന്നതേ. അത് കലക്കിയല്ലോ. അതെ, മസിൽ പവർ അല്ല കേട്ടോ രോഹിത് ബ്രോയുടെ ആയുധം. അന്യായ വായ്ത്താളോ സംസാരിച്ച് മയക്കി തള്ളിട്ട കാശ് മേടിക്കുന്നേ. എന്തായാലും നമ്മുടെ ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, എനിക്കത് മതി. എല്ലാം വിഷ്ണുപുരോടെ ദൈത്യത്തില്ല ഞാൻ ഈ ചെയ്യുന്നത്. എടാ, ഇനി എന്റെ ധൈര്യം ഇല്ലാതെ ചെയ്യണം, എന്നാലല്ലേ എനിക്ക് ഈ കാര്യത്തിൽ ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് പോവാം. നീ എന്തായാലും സ്റ്റാൻഡിലേക്കല്ലേ? എന്നാ ഞാൻ വിളിക്കാം. അച്ഛനെ ഒരു മിനിറ്റ്. എന്താ രഹസ്യ? ചുമ്മാ ഒരു ചെറിയ രഹസ്യം. എന്താടാ? അച്ഛനെ, ഞങ്ങള് പണവും വാങ്ങി ബേക്കറിയിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛനൊരു പെൺകുട്ടിയായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? രേഷ്മ. അതാരാണ് അച്ഛനെ? അതല്ലടാ ഞാൻ പറഞ്ഞേ, രേഷ്മന്ന്. അതല്ല, ആശാനായിട്ട് എന്താ ബന്ധമെന്ന്. അല്ല, ഞാൻ ഇതിനു മുമ്പ് ആശാന്റെ ഒപ്പം കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എടാ, അതെന്റെ ഒരു പരിചയക്കാരിയാ, എന്റെ കൂട്ടുകാരി. അല്ല, അച്ഛൻ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് വിട്. ഞാൻ എന്താ ചോദിക്കാൻ വന്നറിയോ? രോഹിത് ഈ പണിക്ക് ഓക്കെ അല്ലേ? നിന്റെ ഒരു ഒറ്റ ഉറപ്പില് നമ്മളിത് നടപ്പിലാക്കണേ. എടാ, അവനെ കൊണ്ടു നടന്ന എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുക്കണേ. കണക്കിന്റെ കളിയാണേ. അതല്ല ആശാനെ ഞാൻ പറയുന്നത്, അതുപോലെ പറഞ്ഞു കൊടുക്കണം, മനസ്സിലായ? പിന്നെ നീ മാർക്കിലേക്കല്ലേ സമയങ്ങളെ ചെല്ല്. അതല്ല ആശാനെ ഞാൻ വിളിക്കാന്ന്, നീ മാർക്കിലേക്ക് വന്നോ. എന്തോ ആശ മറയ്ക്കുന്നുണ്ടല്ലോ. ആശൻ എന്തോ ഒരു കള്ളക്കളി.